എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ജോലി ലക്ഷ്യമിടുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC പുറത്തിറക്കിയിരിക്കുന്ന ഫേസ് 40 നോട്ടിഫിക്കേഷൻ വഴി നിരവധി ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള യോഗ്യതയുള്ളവർക്ക് അനുയോജ്യമായ നിരവധി പോസ്റ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. എന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനാകുന്ന ഒരു സ്ഥിര സർക്കാർ ജോലിയെ കുറിച്ചാണ്. ഇനി പോസ്റ്റിന്റെ വിശദാംശങ്ങൾ നോക്കാം. പോസ്റ്റ് വരുന്നത് ലബോറട്ടറി അറ്റൻഡന്റ് ആണ്. ഈ പോസ്റ്റിന് നൽകിയിരിക്കുന്ന പോസ്റ്റ് കോഡ് KK കർണാടക 142226 ആണ്. ഒഴിവുകൾ പ്രധാനമായും കോഴിക്കോട്, കേരളത്തിലെ കോഴിക്കോട്, കർണാടകയിൽ ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിലാണ്. കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല അവസരമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ഒഴിവ് ലഭ്യമാകുന്നതിനാൽ തന്നെ ഈ പോസ്റ്റിന് ആവശ്യമായ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് സയൻസ് വിഷയത്തിൽ പഠനം നടത്തിയിരിക്കണം. അതായത് 10ാം ക്ലാസ് മാത്രമുള്ളവർക്കും ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി വകുപ്പ് നോക്കാം. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. അതിനാൽ ഇതൊരു കേന്ദ്ര സർക്കാർ ആരോഗ്യ വകുപ്പ് ജോലി കൂടിയാണ്. ഇനി ശമ്പളം നോക്കാം. ഈ പോസ്റ്റിന് ലഭിക്കുന്ന ശമ്പള നിരക്ക് വരുന്നത് ഏകദേശം 18,000 മുതൽ 56,900 വരെയാണ്. ഇതിനു പുറമെ DAHR മറ്റ് കേന്ദ്ര സർക്കാർ അലവൻസുകൾ ലഭിക്കുന്നതാണ്. അതിനാൽ സാമ്പത്തികമായി നല്ലൊരു സ്ഥിര ജോലി എന്നതിൽ സംശയമില്ല. ഇനി പ്രായപരിധി നോക്കാം. ഈ പോസ്റ്റിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കുറഞ്ഞത് 18 വയസ്സാണ്, പരമാവധി 25 വയസ്സാണ്. പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രായളവ് ലഭിക്കും. അതായത് OBCക്ക് 28 വയസ്സ് വരെയും SC/STക്ക് 30 വയസ്സ് വരെയാണ്. ഇനി പരീക്ഷാ കേന്ദ്രങ്ങൾ നോക്കാം. കേരളത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രധാന സെന്ററുകളായിട്ട് വരുന്നത് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശൂർ, കവരത്തി, ആലപ്പുഴ, മലപ്പുറം. അതായത് കേരളത്തിൽ വിവിധ ജില്ലകളിൽ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ ലഭ്യമാകുന്നതിൽ യാത്രാ ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. ഇനി അപേക്ഷാ ഫീസ് നോക്കാം. അപേക്ഷാ ഫീസായിട്ട് വരുന്നത് 100 രൂപയാണ്. റിസർവേഷൻ ഭാഗങ്ങൾക്ക് ഫീസ് ഇളവുകൾ ഉണ്ടായേക്കാം. ഇതൊരു സ്ഥിര കേന്ദ്ര സർക്കാർ ജോലിയാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വലിയ അവസരമാണ്. കേരളത്തിൽ തന്നെ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. നല്ല ശമ്പളവും അലവൻസുകളും ലഭിക്കും. ഇതുപോലുള്ള നിരവധി പോസ്റ്റുകൾ SSC ഫേസ് 40 നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി. അതിനാൽ വരുന്ന വീഡിയോകളിൽ മറ്റ് പോസ്റ്റുകളുടെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ ഒരു വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്താം. ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.